സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ പരിപാടിയാണ് ഷിൻചാൻ കൂട്ടിയാണ്. അപ്പം ഞാനെന്നായിരുന്നു ഷിൻചാൻ കൂട്ടാൻ പോട്ടോ. എന്നിട്ടപ്പം ഇന്നത്തെ പരിപാടി നോക്കാം ഗൈസ്. നമ്മൾ ഷിൻചാൻ്റെ സ്കൂളിലേക്ക് നമ്മൾ നേരെ പോകണേ. നമ്മൾ ഷിൻചാൻ്റെ സ്കൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഗൈസ്. എന്നാലും ഗൈസ്, നിങ്ങൾക്ക് ഇന്ന് ഷിൻചാൻ സ്കൂൾ കാണാം. അപ്പം നമുക്ക് നേരെ ഷിൻചാൻ സ്കൂളിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം സ്കൂൾ വിടാൻ ടൈമാണ്. അപ്പോൾ എന്തായാലും ഷിൻചാടെ എന്നെ കാത്ത് ഒക്കെ ഉണ്ടാവും. ഷിൻചാൻ ഇന്ന് കൂട്ടണം എന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ എന്തായാലും നമ്മൾ ഷിൻചാൻ സ്കൂളിലെത്തി. ഇതാണ് ഷിൻചാൻ സ്കൂൾ, വലിയ സ്കൂളാണ്. വലിയേ ഇത്രയും വലുതാണ് ഷിൻചാൻ്റെ സ്കൂൾ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഷിൻചാൻ എവിടെ ഉണ്ടാവും നോക്കാം. ഷിൻചാനെ എടാ ഷിൻചാൻ മണ്ട, ഇതിവിടെ എവിടെ ഉണ്ടാ? ഇവിടെ ഉണ്ടോ ഷിൻചാനാണ് നമ്മൾ ഷിൻചാനെന്നാണ് ഗീസ്. ഓക്കെ, അവിടെ ഷിൻചാനെ വണ്ടി കയറടാ. ജാക്കണ എനിക്കൊരു കാര്യം പറയണ ഇനി. എന്താ അത്? പിന്നെ ജാക്കണ നിങ്ങൾ എപ്പോഴും മണ്ടരെന്ന് വെച്ചേ എന്താണ് ജാക്കണ? അതെൻ്റെ സ്വഭാവം കൊണ്ടാ. എന്താണ് ജാക്കണ? അതല്ല കാര്യതല്ല കേട്ടോ ജാക്കണ. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കൂളിലേ നമ്മുടെ സ്കൂളിൽ ഇത് പൊട്ടാനായി അല്ലേ? അതല്ല ജാക്കണ, നമ്മുടെ സ്കൂളിലല്ലേ ഒരു മോട്ടോ ഷോ എടുക്കണം. മോട്ടോ ഷോ അല്ല, ഒരു വണ്ടിൻ്റെ പരിപാടി. ഏറ്റവും നല്ല വണ്ടി അതാ. ഓൽക്കൊരു 1 കോടി രൂപയാണ് ഈ പ്രൈസ്. അപ്പം നമുക്ക് അതിൽ പങ്കെടുത്താലോ? എൻ്റെ ജാക്കണ എന്തായാലും പങ്കെടുക്കുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞേ. അപ്പോൾ ജാക്കണ നിങ്ങൾ പങ്കെടുത്തൂലേ? ഉറപ്പല്ലേ? ഉറപ്പൊന്നുമില്ല. ഞാൻ പങ്കെടുക്കാമെന്ന് പോണില്ല. ഇച്ചോട് പറയല്ലേ എത്ര പൈസൻ്റെ മുടക്കുണ്ടായിരുന്നു. അല്ല, ജയിച്ച 1 കോടി കിട്ടും, അത് വേറെ കാര്യം. എന്താ ചക്കണ ജയിച്ച നമുക്ക് 1 കോടി രൂപ കിട്ടില്ലേ? അത് എന്നാലും തോറ്റാലേ നമ്മൾ കുറേ പൈസ പോകില്ലേ? പ്ലീസ് ആക്കണ. ഞാൻ എന്താണ് ആക്കണേ? ഞാൻ എൻ്റെ ചങ്ങന്മാരോട് എല്ലാവരും പറഞ്ഞത് നിങ്ങൾ എന്തായാലും പങ്കെടുക്കണം. പ്ലീസ് ആക്കണം. ആ ഡോറേമോനും ബെൻടൻ്റെ ഗോകുവിൻ്റെ അച്ഛന്മാരെല്ലാവരും പങ്കെടുക്കണേ. ഓരെല്ലാവരും അവർക്ക് നല്ലൊരു വണ്ടി സംഘടിപ്പിച്ചു കൊടുക്കണം. ഓരോടൊക്കെ നല്ല പൈസ ഉണ്ട് ഷിൻചാനെ. അമ്പളടുത്ത് 5 രൂപ പൈസ ഇല്ല. എന്താക്കണ നിങ്ങളെ കൂടെ കണ്ടല്ലേ എത്ര 10 കോടി രൂപ പറ്റില്ല നിങ്ങളെ. എന്നാലും തോറ്റാലും 1 കോടി രൂപ പോവും. 1 കോടി രൂപ കിട്ടലേ ആക്കണ. നിങ്ങളൊരു 70 ലക്ഷം ഇറക്കിയാൽ മതി. 70 ലക്ഷം റുപ്യ ഇറക്കി 1 കോടി രൂപ കിട്ടും. അതിലാവാണ്. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ? വെറുതെ പൈസ എടുക്കണില്ലേ? നമ്മളെ കയ്യിലും കുറേ പൈസ ഉണ്ട്, പിന്നെ അക്കൗണ്ടിൽ കുറേ പൈസ ഉണ്ട്. എന്നാൽ എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അല്ലേ ചാനെ? ചക്കണ ഇതെന്തായാലും ഇത്രയും ഞാൻ പറഞ്ഞോണ്ട് എന്തിന്? അതെനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കൊരു ബുദ്ധിയില്ല. എന്തായാലും നമ്മൾ ഗൈസ് നമ്മുടെ ഷോറൂമിലെത്തിനെ. അപ്പോൾ നമ്മളെ ഫ്രണ്ടിനോട് ഈ കാര്യം പറഞ്ഞാൽ ചങ്ങയത് സെറ്റാക്കിയിട്ട് തരും. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ ചങ്ങേനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഇവരാണ് ആളി. എടാ നബീറ്റേ, അനക്ക് നല്ല കാറാണോ? ഏതൊക്കെ വണ്ടി കളക്ഷനുള്ള? എനിക്ക് ഇമ്പോർട്ടർ കാറാണ് വേണ്ടി. കളക്ഷൻ ഇപ്പം ഉള്ളത് M4 ഉണ്ട്, പിന്നെ ലംബോർഗിനി ഉണ്ട്, ഫെറാറി ഒക്കെ ഉണ്ട്. M4 ഒറ്റ പീസാണുള്ളത്, ആർക്കും വേണ്ട. നിർത്തി നോക്കണം. M4 അങ്ങോട്ട് എടുത്തോ. ഞാൻ അതൊരു സെലക്ട് ആക്കി. എനിക്ക് M5 വേണ്ടത്, പക്ഷെ M5 ഇല്ലല്ലോ. എന്തായാലും ഞാൻ പോകട്ടോ. അവിടെ ഷിൻചാനെ ഞാൻ വണ്ടിയൊക്കെ സെറ്റാക്കി. നമ്മളെ വണ്ടി ഏത് വെക്കണമെങ്കിൽ M4 ആണ്. എന്ത് വിളിയാക്കണം? M4 ഓക്കെ ഉണ്ടല്ലോ. നമ്മൾ പൊളിക്കുന്ന. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി ആകുമ്പോൾ വിളിച്ചു നോക്കിയാൽ പറഞ്ഞത് നമ്മളെ നൊബീറ്റ. ഓക്കെ, നമുക്ക് എന്നാലും കുറച്ച് റെസ്റ്റ് എടുക്കട്ടോ. അവിടെ ഷിൻചാനെ നമുക്ക് നോർമലി ഇറങ്ങിക്കോ. എന്നാലും ഷിൻചാടെ ഇറങ്ങണേ നോക്കണം. നമ്മളെ നൊബീറ്റ വിളിച്ച് പറഞ്ഞിട്ടോ ഇപ്പോൾ വരാൻ. ഷിൻചാനെ വമ്പ ഇറങ്ങണേ. അവിടെ ഷിൻചാനെ പോടാ. ഒന്ന് പോയാ എന്നാലും ചങ്ങായി ഒടുക്ക തുറക്കണം. ഇപ്പം എന്തായാലും നമ്മളത് ഓനെ വിളിച്ചിട്ടില്ല. നമുക്ക് കേസിന് നമുക്ക് ഒറ്റക്ക് പോവാം. ഓടിപ്പോവാൻ വേണ്ടിയുള്ള അങ്ങോട്ടൊക്കെ. ഞാൻ എന്തായാലും നേരെ അങ്ങോട്ട് വിടുകയാണ് ഈസ്. ഓക്കെ ഗൈസ്, നമ്മൾ നൊബീറ്റ് വണ്ടി സംഘടിപ്പിച്ച് വണ്ടി ഇതാ കടിക്കണി. അപ്പോൾ എന്തായാലും
ഇതൊക്കെ നേരെ നമ്മളെ പെരത്ത് ഗ്യാരേജ് കൊണ്ടുവരണം. വണ്ടി കൊണ്ട് പക്ക സീൻസാണ് ഗൈസ്. നോക്കുകയാണെങ്കിൽ പച്ച കളർ സാധനം, വേറൊരു വൈബ് ലുക്കും. BMW ആയാൽ പിന്നെ പണ്ടേ ലുക്കല്ലേ. എന്തായാലും നമ്മൾ വീട്ടിലെത്തി. വണ്ടി നേരെ നൈസിന് ഗ്യാരേജ് കയറ്റിയിടുക, അതാണ് നമ്മളെ പണി. ഓക്കെ, എന്നിട്ട് നാളത്തെ പരിപാടിക്ക് നമുക്കിത് കൊണ്ടുപോകണം. എന്നിട്ട് ഷിൻജാൻ്റെ അടുത്ത് കൊടുക്കണം. അവിടെ ഷിൻജാൻ നമ്മളെ വണ്ടി എത്തിയിടാ. എൻ്റെ മോളെ ആക്കടാ, ഞാനേ ഇവനെ സൗണ്ട് പുറത്തുനിന്ന് അല്ല സോറി ഔത്ത് അവിടെ ഉറങ്ങണേ. അത് കേട്ട് ഞാൻ നീച്ചിട്ട് ഓടി വന്നത്. അപ്പം ആടാ ഞാൻ എന്തായാലും വണ്ടി അവിടെ നിർത്തിക്കട്ടെ. ഞാനോട് ആക്കടാ, ഞാനുണ്ട് പൊട്ട. ഞാൻ ഈ ഗ്യാരേജൊക്കെ അതിന് ഇജൊക്കെ വേണോ? ആ സാറിലേക്കടാ, നല്ല രസം. എന്നാ അപ്പം ഗൈസ് നെക്സ്റ്റ് ഡേ ആയിനി. ഇന്നാണ് നമ്മൾ പേരാണ് ദിവസം അല്ലേ ചിഞ്ചാലേ? ആളേക്കടാ, എന്ത് ചോദ്യേ നമ്മൾ പൊളിക്കൂലേ? എന്നാ വാ പൊളിച്ച് വെച്ചാൽ നമ്മളെ BMW പൊളിച്ചണ്ട കേട്ടോ. രണ്ടും ഉണ്ടാ, ഞാൻ പൊളിച്ചില്ല. അല്ല എൻ്റെ സ്വഭാവം അനുസരിച്ച് പറഞ്ഞതാ. ഇജ് മോണ്ടനല്ലേ? കുതിര. അതെന്താ കുതിര? അത് നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരി. ഇജ് മനസ്സിലല്ലേ പൊട്ട? ആണ് ആ കാര്യങ്ങൾ വിടുമ്പോ നമുക്ക് പോവാ. ടൈമില്ലട്ടോ, മേപ്പം ഓരടാ. അവിടെ ആൾക്കാരൊക്കെ എത്തിണ്ടാവും. ആൾക്കാരൊക്കെ എത്തുമ്പോൾ നമ്മളവിടെ എത്തും. അതിലൊരു സംശയമില്ല. എന്നാ വേമ്പാ എൻ്റെ ചാലക്കട നിൽക്കി. സോ ഓക്കെ, നമ്മളവിടെ എത്തിന്. ഇവിടെ എത്തുമ്പോൾ നോക്കണമെങ്കിൽ അവിടെ അതല്ല ഗോക്കുവിൻ്റെ കുട്ടി. അതല്ല ഗോക്കു. അത്ര ഗോക്കുവിൻ്റെ കുട്ടി. നമ്മളവരെ വിളിച്ചൊരു സങ്കോക്കുവോ? സങ്കോക്കുവോ? അതെന്ത് പേരടാ? അത് നിനക്കറിയാം. എന്തായാലും ഇതൊക്കെയാണ് ഇത്. എന്തായാലും ഷിൻജ എടുക്കണം. എന്തായാലും വണ്ടി വേണം. നമ്മളെ ഗോക്കുവിൻ്റെ കുട്ടീൻ്റെത് റാംഗ്ലറാണ്. ബെൻറ്റൻ്റെ ലംബോർഗിനി, പിന്നെ ഡോറേമോൻ്റെ ഫെറാരിയാണ്. പിന്നെ ഞാൻ ലംബോർഗിനി എടുക്കാമെന്ന് വിചാരിച്ചിനി. നമ്മളെ ലംബോർഗിനി പിന്നെ ഒരു വെറൈറ്റി പിടിച്ചാൽ വിചാരിച്ച് നമ്മളെ ലംബോർഗിനി ഇവിടെ ഗ്യാരേജ് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ആ സൈഡിലൂടെ പോയിക്കാം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ആൾ വന്ന് നോക്കും ഗൈസ്. എന്തായാലും ഇവിടേക്ക് ഒരാൾ വരണം. ഓഗി എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് വരുന്നത് നോക്കാമെന്നൊക്കെ എന്നോട് ഷിൻജാനി എന്തായാലും ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. ഓക്കെ, ഞാൻ നിങ്ങളെല്ലാവരും വണ്ടി നോക്കി. ഇതിൽ എനിക്കിഷ്ടപ്പെട്ടത് സെക്കൻഡ് പ്രൈസായി ബെൻറ്റൻ്റെ ലംബോർഗിനി. Then next first is ഷിൻജാൻ. ഗൈസ് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ബൈ.